ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി മാജിക്. ഡെയിലി മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്. അവൽ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണിത്. അപ്പോൾ ഈ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിനാദ്യം തന്നെ വേണ്ടത് അവലാണ്. ഞാനിവിടെ 2.5 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഈ അവൽ ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം. കുതിരാൻ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ജസ്റ്റ് അവലിൻ്റെ മേലെ വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ അവലും ഒന്ന് മുങ്ങി നിൽക്കത്തക്ക പാകത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റി അവൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. വെള്ളം കൂടുതലാണെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അവൽ നല്ലോണം ഒന്ന് കുഴഞ്ഞു കിട്ടണം. നല്ലോണം കൈവച്ച് ഞെരടി അവലേക്ക് ഒന്ന് നന്നായിട്ട് മയപ്പെടുത്തിയെടുക്കണം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു 3.5 ടേബിൾ സ്പൂൺ തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. വീഡിയോ എടുത്തപ്പോൾ അത് മിസ്സായിപ്പോയി. തൈര് ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ലൂസായി പോവരുത്. ഈ ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. നമുക്ക് കയ്യിൽ വെച്ച് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായി അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കണം. ഇനി ഇത് വടയുടെ ഷേപ്പിലാക്കി എടുക്കാൻ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് വടയുടെ ഷേപ്പാക്കി എടുക്കാം. ഇനി അഥവാ മാവ് ലൂസായി പോയെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പരത്തിയെടുത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഇട്ട് കൊടുത്ത് പിന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ വട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ശരി, ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.